ഗൾഫിലേക്ക് കൊണ്ടുപോകാനായി അയൽവാസി തന്ന അച്ചാർ പാത്രത്തിൽ മയക്കുമരുന്ന്. കണ്ണൂർ ചക്കരക്കൽ സ്വദേശി മിഥിലാജ് അയൽവാസി തന്ന അച്ചാർ പാത്രം വീട്ടിൽ വെച്ച് തുറന്നു നോക്കിയപ്പോഴാണ് MDMA, ഹാഷ് ഷോയിൽ എന്നിവ കണ്ടത്. സംഭവത്തിൽ 3 പേർക്കെതിരെ ചക്കരക്കൽ പോലീസ് കേസെടുത്തു. ഫെലിക്സ് ചേരുന്നു വിശദവിവരങ്ങളുമായി. ഫെലിക്സ്, പലപ്പോഴും വിദേശത്തേക്ക് യാത്ര പോകുമ്പോൾ പ്രിയപ്പെട്ടവർക്ക് നൽകാനായി ഇതുപോലെ പലതും നൽകാറുണ്ട്. അതൊന്നും ആരും പൊട്ടിച്ച് നോക്കാറില്ല. പക്ഷേ ഇനി ഈ സാഹചര്യത്തിൽ അതിലുകൂടി ഒരു ശ്രദ്ധ വേണം എന്ന് മനസ്സിലാവുന്നത് പോലെ അല്ലേ? എന്താണ് ഇത് സംബന്ധിച്ച വിശദ വിവരങ്ങൾ? കണ്ണൂർ ചക്കരക്കൽ സ്വദേശിയായ മിഥിലാജാണ് ഇന്ന് ഗൾഫിലേക്ക് പോകാനായിരുന്നത്. അങ്ങനെ പോകുന്നതിന് മുൻപായാണ് അയൽവാസി തന്റെ ഒരു സുഹൃത്തിന്, വിദേശത്തുള്ള ഒരു സുഹൃത്തിന് പോകുന്ന വഴിക്ക് ഈ അച്ചാർ കൊടുക്കണം ആവശ്യപ്പെട്ട് ഈ അച്ചാർ മിഥിലാജിന്റെ കയ്യിൽ ഏൽപ്പിച്ചത്. അങ്ങനെ ഏൽപ്പിച്ചു. അപ്പോൾ അതിന്റെ സീൽ പൊട്ടിയിരിക്കുന്ന ശ്രദ്ധയിൽപ്പെട്ടു. അങ്ങനെ അത് തുറന്ന് പരിശോധിച്ചപ്പോഴാണ് ഈ അച്ചാർ പാത്രത്തിനുള്ളിൽ MDMAയും ഹാഷിഷ് ഓയിലും കണ്ടെത്തിയത്. ഒരു കവറിനുള്ളിൽ സൂക്ഷിച്ച നിലയിലായിരുന്നു ഇവ രണ്ടും. ഈ അച്ചാറും ഇതിനുള്ളിൽ ഉണ്ടായിരുന്നു. അപ്പോൾ അച്ചാർ മാറ്റി നോക്കുമ്പോഴാണ് ഇതിനുള്ളിൽ കൂടുതലായി MDMAയും ഹാഷിഷ് ഓയിലും കണ്ടെത്തിയത്. തുടർന്ന് പോലീസിൽ വിവരം അറിയിച്ചു. അങ്ങനെ ചക്കരക്കൽ പോലീസ് സ്ഥലത്തെത്തി ഈ MDMAയും ഒപ്പം തന്നെ ഹാഷിഷ് ഓയിലും പിടിച്ചെടുത്തു. ഒപ്പം തന്നെ 3 പേരാണ് ഉണ്ടായിരുന്നത്. ആ 3 പേരെയും ഇപ്പോൾ കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്. ഈ മിഥിലാജിന്റെ അയൽവാസിയാണ് ഇപ്പോൾ പിടിയിലായിട്ടുള്ളവർ. അവരുടെ അറസ്റ്റ് അടക്കം ഇപ്പോൾ രേഖപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. പോലീസ് പറയുന്നതനുസരിച്ച് ഈ ലഹരി വസ്തുക്കൾ വിദേശത്തുള്ള ഇവരുടെ ഒരു സുഹൃത്തിന് ഇയാൾ വഴി അയച്ചു കൊടുക്കാനുള്ള ശ്രമമാണ് അവർ നടത്തിയത്. മാത്രമല്ല, ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഇത് ഒരുപക്ഷെ റെയിൽവേ സ്റ്റേഷനിലോ മറ്റോ വിമാനത്താവളത്തിലോ മറ്റോ പിടിക്കപ്പെടുകയാണെങ്കിൽ ഈ മിഥിലാജിന്റെ ഭാവിയെ ബാധിക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോയേനെ. അതുകൊണ്ട് മോദി സൂചിപ്പിച്ച പോലെ അത് തുറന്നു നോക്കാൻ അവർക്കൊരു തോന്നലുണ്ടായി. അതാണ് അവരെ രക്ഷിച്ചത്. തീർച്ചയായിട്ടും നമുക്കും പലരും ഇതുപോലെ ചെയ്യാറുണ്ട്. എല്ലാവരും ഒരേ തരക്കാരാണ് എന്നല്ല, പക്ഷേ ഇത്തരത്തിൽ ഇങ്ങനെ ഒരു ചതി കൂടി ഒളിച്ചിരിക്കുന്നുണ്ടല്ലോ എന്നുകൂടി വ്യക്തമാകുന്ന ഒരു വാർത്തയാണ് ഇത്. വിശദവിവരങ്ങൾ നൽകിയത് ഫെലിക്സ് ആണ്.